അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഫൈസൽ അന്ന് ചിന്തിക്കുകയാണ്, പഠിച്ചവനെ, ഉമ്മയോട് കാര്യങ്ങളെല്ലാം ഒന്ന് പറയണം. എൻ്റെ മനസ്സാകെ നേറിപ്പോകുകയാണ്, എൻ്റെ മനസ്സാകെ വിങ്ങിപ്പൊട്ടുകയാണ്. പഠിച്ച റബ്ബേ, ഇനി അത് പിടിച്ചു വെക്കാൻ എനിക്ക് കഴിയുന്നില്ല. അന്ന് ഫൈസൽ ഷോപ്പിലൊന്നും പോയില്ല. ഉമ്മയുടെ അടുക്കളയിൽ ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കുകയാണ്. ഉമ്മക്ക് എന്തൊക്കെയോ തോന്നുന്നുണ്ട്. ഉമ്മ, ഫൈസൽ വിളിച്ചു. എന്താ മോനെ? ഉമ്മയെ ഞാൻ ഹെൽപ്പ് ചെയ്യണോ? പതിവില്ലാത്ത ഫൈസലിൻ്റെ ആ ഒരു ചോദ്യങ്ങൾ കേട്ടിട്ട് ശരിക്കും ഉമ്മാക്ക് എന്തൊക്കെയോ തോന്നിയിരുന്നു. ഇവൻ എന്തൊക്കെയോ വലിയ രീതിയിൽ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊന്നല്ലായിരുന്നു അവന്. ശരിക്കും എൻ്റെ മുഖത്തേക്ക് പോലും നോക്കാതെയായിരുന്നു ഫൈസൽ നടന്നിരുന്നത്. ഇപ്പോഴിതാ എൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വരുന്നു. മോനെ, നീ ഇന്നും ഷോപ്പിൽ പോയില്ലേ? ഹേയ്, ഞാൻ ഉമ്മ ഇനി അങ്ങോട്ടില്ല. ഞാനിനി ഷമ്മാസിൻ്റെ കൂടെ കൂടിയാലെന്ന് വിചാരിക്കുകയാണ്. അവനെന്തായാലും ഒരു ന്യൂ ഷോപ്പൊക്കെ ഇടുന്നുണ്ടല്ലോ, അതിൻ്റെ കൂട്ടത്തിൽ പാർട്ട്ണറായിട്ട്. ആ മോനെ, എന്തെങ്കിലും ചെയ്യേ. അതല്ല, നീ നല്ല രീതിയിലായിരുന്നല്ലോ അവിടുത്തെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ, പിന്നെ എന്തു പറ്റി? ഹേയ്, അത് ശരിയാവില്ലമ്മ. എന്നാലും മോനെ, എന്തോ ഒന്നുണ്ടല്ലോ. ഉമ്മയോട് അതൊരിക്കലും പറയാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അവൻ കണ്ട ആ ഒരു ദയനീയമായ രംഗം, അവനെ ഞെട്ടിപ്പിക്കുന്ന ആ കാഴ്ച ശരിക്കും അവന് വലിയൊരു ഷോക്കായിരുന്നു നൽകിയിരുന്നത്. ഫൈസൽ അത് വിചാരിച്ചിരുന്നു, പഠിച്ച റബ്ബേ, എൻ്റെ ഹിജാബി എത്രമാത്രം നല്ലൊരു പെണ്ണായിരുന്നു. നല്ല നിഷ്കളങ്കമായ, നല്ല സ്വാലിഹത്തായ ഒരു പെൺകുട്ടി. എൻ്റെ കയ്യിൽ കിട്ടിയ നല്ലൊരു സ്വാലിഹായ മുത്തായിരുന്നു എൻ്റെ നുസൈബ. അവളെ ഞാൻ കരുതി കൂട്ടി വലിച്ചെറിഞ്ഞു. പഠിച്ച റബ്ബേ, അതിനുള്ള ശിക്ഷ എനിക്ക് ഓരോന്നായി തന്നു തുടങ്ങി. അതുതന്നെയാണ് ഉമ്മാക്കും ഫൈസലിൻ്റെ കാര്യത്തിൽ നല്ല ടെൻഷനുണ്ടായിരുന്നു. ഇതുവരെ അവൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ള രീതിയിലായിരുന്നു ഉമ്മാക്ക് ടെൻഷന്. പക്ഷെ ഇപ്പോൾ എല്ലാം ഇട്ടെറിഞ്ഞ് ഉപേക്ഷിച്ച് വന്നപ്പോൾ, എല്ലാവരും അവനെ വിട്ടുപോയപ്പോൾ ശരിക്കും ഉമ്മാക്ക് നല്ലൊരു വിഷമമുണ്ടായിരുന്നു. ഫൈസലത അകത്തേക്ക് തന്നെ പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഷമ്മാസ് വന്നു. ഉമ്മ, എന്തായി, സെറ്റായില്ലേ? ഞാൻ നേരത്തെ ഉമ്മാക്ക് പത്തിരിയൊക്കെ ഉണ്ടാക്കാനൊക്കെ സഹായിച്ച് പോയതുകൊണ്ട് പിന്നെ എന്നെ പറഞ്ഞയച്ചിട്ടാണ് ഞാൻ പോയത്, അല്ലെങ്കിൽ ഞാൻ മുഴുവൻ കഴിഞ്ഞിട്ടേ പോവുള്ളൂ. മോനെ, നിനക്ക് ഷോപ്പിലേക്ക് പോകാൻ സമയമായില്ലേ? ഇപ്പതാ ഒരുത്തനിവിടെ ഷോപ്പുമില്ല, പണിയില്ല, അങ്ങനെ നിൽക്കണ്. ഉമ്മ, അത് ഇക്കാക്ക് എന്താണാവോ. പിന്നെ മോനെ, എന്തൊക്കെ തന്നെ ആയാലും ആണുങ്ങളിങ്ങനെ നിൽക്കുമ്പോൾ ഒരു പൊറുതിയേടാണ്. എന്താണാവോ എൻ്റെ കുട്ടിക്ക് പറ്റിയത്? അങ്ങനെയൊന്നല്ലായിരുന്നു ഉമ്മ. ഞാൻ ചോദിച്ചു നോക്കണോ ഇക്കാക്ക് എന്ത് പറ്റിയെന്ന്? ഉമ്മയോടൊരു പക്ഷേ പറയാൻ വിഷമാണെങ്കിൽ അതുകൊണ്ടായിരിക്കും. അന്ന് ഷമ്മാസ് പതിവ് പോലെ അവൻ്റെ ആ റോസാപ്പൂ തോട്ടത്തിൽ പോയി അതിൻ്റെ വാടിയ ഇലകളും വാടിയ പൂക്കളുമെല്ലാം കട്ട് ചെയ്യുകയായിരുന്നു. അതിനിടയിൽ ഫൈസൽ അങ്ങോട്ട് വന്നു. പതിവില്ലാത്തതാണ്, ഒരിക്കലും തൻ്റെ മുഖത്ത് പോലും നോക്കാറില്ല. ഷാമോനെ, ആ ഇക്ക, എങ്ങനെയുണ്ട് നമ്മളെ ഗാർഡന്? ഞാനിതൊക്കെ ഒന്നേ ഇപ്പോൾ ശ്രദ്ധിക്കായിട്ട് തീരെ ഒരു ഉഷാറില്ല. ഞാനൊന്ന് സെറ്റാക്കി എടുത്തതായിരുന്നു. ഇതിനിടയിലൊക്കെ നല്ലതായിരുന്നു. അതിനെന്താ മോനെ, നല്ല ഉഷാറാണല്ലോ. ഇക്ക, ഈ റോസാപ്പൂക്കളൊക്കെ കാണുമ്പോൾ നമുക്ക് പ്രിയപ്പെട്ടവരേക്കാണ് നമ്മൾക്ക് ഓർമ്മ വരിക. നമ്മൾക്ക് പ്രിയപ്പെട്ട പല പല ആളുകളും ഇതിനിടയിലുണ്ട്. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ഒരുപാട് പനിനീർ പുഷ്പങ്ങളും വെള്ള റോസാപ്പൂക്കളും നിറഞ്ഞ അതിനിടയിൽ വളരെയധികം ഭംഗിയുള്ള ചുവന്ന ഒരു റോസാപ്പൂവ് അതാ വിരിഞ്ഞു നിൽക്കുന്നു. ഒരു നിമിഷം ഫൈസൽ അതിലേക്ക് നോക്കി. ഷമ്മാസ്, നീ അങ്ങനെ ഓരോരുത്തരെ കുറിച്ച് റോസാപ്പൂവിനോട് ഉപമിച്ചപ്പോൾ, അപ്പോൾ ആ ചുവന്ന നിറത്തിൽ നല്ല ഭംഗിയുള്ള ആ റോസാപ്പൂവ് അതേതാണ്? ഇക്ക, അത് എനിക്ക് പറയാൻ പറ്റില്ല. അതെനിക്ക് പറഞ്ഞാലേ അത് വേണ്ട. ആ ഷമ്മാസ്, എനിക്ക് മനസ്സിലാകുന്നുണ്ട് കുറേയൊക്കെ. എന്തൊക്കെയോ ഉണ്ടല്ലോ. എന്താടാ, ആരാണ്? ഇക്കയോട് പറഞ്ഞൂടെ? നമുക്ക് ഇൻഷാ അല്ലാ അത് പെട്ടെന്ന് റാഹത്തോടു കൂടെ അങ്ങ് നടത്തിയായിരിക്കും നല്ലത്. അല്ലാതെ ഇങ്ങനെ ഒളിപ്പിച്ചു വെച്ചിട്ട് കാര്യമില്ലല്ലോ. പറയാനുള്ളതും ചെയ്യാനുള്ളതും അപ്പോൾ ചെയ്യണം. അല്ലെങ്കിൽ പിന്നെ ഇക്കയുടെ ഒരവസ്ഥ ആയിത്തീരും. ഇക്കക്ക് എന്ത് പറ്റി? ഇക്കർ ഹാപ്പിയല്ലേ? അല്ല മോനെ, എൻ്റെ ഹാപ്പിനെസ്സൊക്കെ നഷ്ടപ്പെട്ടു. മോനെ, നിന്നോടൊരിക്കൽ കൂടി ഞാൻ പറയാം, നീ ഏതൊരു പെണ്ണിനെ വിവാഹം കഴിക്കുകയാണെങ്കിലും അവളെ നല്ല രീതിയിൽ റാഹത്തോടു കൂടി സന്തോഷത്തോടു കൂടി അവളെ നോക്കണം. ഒരിക്കലും അവളെ വിഷമിപ്പിക്കരുത്. അഥവാ അവളെ വിഷമിപ്പിച്ചാൽ തന്നെ പടച്ച റബ്ബ് നമുക്കതിനുള്ള ശിക്ഷ ദുനിയാവിൽ നിന്ന് തന്നെ തരും. എൻ്റെ പൊന്നുമോനെ, ഞാനത് അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് നീ ഒരു പെണ്ണിനെ വിവാഹം കഴിക്കുകയാണെങ്കിൽ, നിക്കാഹ് ചെയ്യുകയാണെങ്കിൽ അവൾക്കുള്ള കടമകളെല്ലാം നിർവഹിക്കണം. ഒരിക്കലും ഇക്കയെ പോലെ ആവരുത്. ഇക്ക ഒരുപാട് കഷ്ടപ്പെടുത്തി. ഇപ്പോൾ എല്ലാം
എല്ലാവരും എന്നെ ഉപേക്ഷിച്ചു. ഇക്ക പ്ലീസ്, നിങ്ങൾ കരയല്ലേ. നിങ്ങൾ കരയുന്നത് എനിക്കൊരിക്കലും സഹിക്കില്ല. മോനെ, എനിക്ക് ആരോടും പറയാനില്ല. ഒരിക്കലും ഉമ്മയോട് ഈ ഒരു കാര്യം പറയാൻ എനിക്കൊരിക്കലും പറ്റില്ല. കാരണം ഉമ്മ എന്നെ പലവട്ടം ഉപദേശിച്ചതാണ്. എടാ ഫൈസലെ, ആ നുസൈബാനെ കഷ്ടപ്പെടുത്തില്ല കേട്ടോ. പാവം പെൺകുട്ടിയാണത്. പടച്ചും പൊറുക്കൂല. അന്നൊക്കെ ഉമ്മയുടെ നേരത്തെ ചാടുമായിരുന്നു. ഇപ്പോൾ ഇക്ക കരയാതിരിക്കോ. ഷമ്മാസ് അതാ ഇക്കയെ തൻ്റെ നെഞ്ചോട് ചേർക്കുന്നു. ഷമ്മാസ് ഫൈസലിൻ്റെ പുറത്തു കൂടി തടവുന്നു. എന്താ ഇക്ക കൊച്ചു കുട്ടികളെ പോലെ? എന്താ ഇക്കയുടെ കൂടെ ഞാനില്ലേ എല്ലാത്തിനും? എൻ്റെ ഇക്കക്ക് എന്ത് വിഷമമുണ്ടായാലും എന്നോട് പറഞ്ഞൂടെ? എന്താ ഇക്ക ഷോപ്പിൽ പോകാത്ത എന്താ? അതിൻ്റെ കാരണം എനിക്ക് എന്നോട് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞൂടെ? അതിനെന്തെങ്കിലുമൊക്കെ പരിഹാരം. മോനെ, എന്ത് പരിഹാരം? നമ്മളുടെ അടുക്കൽ ഓരോ തെറ്റുകൾ വന്നു ചേരും. പിന്നീട് നമ്മൾ ഖേദിക്കും. എന്നാലും ഇക്ക, അല്ല ഇക്ക, അന്ന് ഞാൻ അങ്ങോട്ട് ചെന്നപ്പോൾ അവിടെ ഒരു പെണ്ണുണ്ടായിരുന്നല്ലോ, എന്നോട് സംസാരിച്ചൊക്കെ ചെയ്തിരുന്നു. എന്താ ഫസ്നയോ എന്തോ അങ്ങോട്ട് പേര്? അല്ല, അവരൊക്കെയുള്ള സ്ഥലമല്ലേ, അവിടെ നിന്ന് എന്തിനാ ഇക്ക പോകുന്നത്? മോനെ, നമ്മൾ കാണുന്നതല്ല, നമ്മളെ ചതിക്കുന്ന ഒരുപാട് മനുഷ്യന്മാരുണ്ടാവും. പക്ഷേ നമ്മളതറിയില്ല. നമ്മൾ വിചാരിക്കും നമ്മളോട് നല്ല സ്നേഹമാണെന്ന്. പക്ഷേ അങ്ങനെയൊന്നല്ല കേട്ടോ. ഇക്ക, നിങ്ങളൊന്നും കൂടി പറഞ്ഞാൽ എനിക്കൊന്ന് വ്യക്തമായി. മോനെ, എല്ലാവരും ചതിക്കുന്നവരാടാ. നമ്മൾ എത്ര സ്നേഹം വാരിക്കോരി കൊടുത്താലും അവർ നമ്മെ ചതിക്കും. എനിക്കെൻ്റെ ജീവിതത്തിൽ 2 അനുഭവങ്ങൾ ഇപ്പോൾ അങ്ങനെ ഉണ്ടായി. പക്ഷേ അതെല്ലാം എനിക്കുള്ള ശിക്ഷയാണ്, അതെനിക്കറിയാം. ഞാൻ ആദ്യം എൻ്റെ പെണ്ണിനെ ഒരുപാട് കഷ്ടപ്പെടുത്തി. അതിനുള്ള ശിക്ഷ പടച്ചവനായിട്ടാണ് എനിക്ക് തന്നത്. ഇക്ക, ഫസ്നയെ ഇക്കാക്ക് ഇഷ്ടമാണെങ്കിൽ ഷാനിത്ത് പോയത് ഓക്കെ. അവരല്ലെങ്കിലും ഇക്കാക്ക് യോജിക്കുന്നില്ലായിരുന്നു. ഓക്കെ, എന്നാൽ ഫസ്നത്തെ ഇക്കാക്ക് നിക്കാഹ് കഴിച്ചൂടെ? ആ ഒരു വാക്ക് കേട്ട് ഫൈസൽ ഞെട്ടിപ്പോയി. നോ മോനെ, നോ. എന്താ ഇക്ക, നിങ്ങളോട് അത്രയ്ക്കും അവൾക്ക് സ്നേഹമായിരുന്നില്ലേ? എത്രമാത്രം സ്നേഹമായിരുന്നു. എന്നിട്ടെന്ത് പറ്റി? മോനെ, അത് അവരുടെ ആവശ്യങ്ങൾ നേടിക്കഴിയുവോളം, അവരുടെ കടങ്ങൾ വീടുവോളം, അവരുടെ പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ തീരുവോളം നമ്മളവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവരായിരിക്കും. പക്ഷേ എല്ലാം നേടിക്കഴിഞ്ഞ് അവരുടെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റിക്കഴിഞ്ഞാൽ നമ്മൾ വെറും കറിവേപ്പില. മോനെ, ഇക്ക പറഞ്ഞോളൂ, ഞാനെല്ലാം കേൾക്കാൻ തയ്യാറാണ്. ഒരു വിഷമവും വേണ്ട മോനെ. അത് ഇക്ക നിങ്ങൾ പറഞ്ഞോളൂ. മോനെ, കാണാൻ പറ്റാത്ത ഒരു കാഴ്ചയാണ് ഞാനന്ന് കണ്ടത്. അന്ന് ഞാൻ സന്തോഷത്തോടു കൂടെ എൻ്റെ ഷോപ്പിലേക്ക് പോയി. പക്ഷേ എൻ്റെ പാർട്ട്ണറുടെ കൂടെ അവൾ, അതെ ഫസ്ന, വല്ലാത്തൊരു വേദനിപ്പിക്കുന്ന രംഗമാണ് ഞാൻ കണ്ടത്. അത് കേട്ട് ഷമ്മാസ് ഞെട്ടിപ്പോയി. ഇക്ക, അപ്പോൾ ഇക്കയോട് അവൾക്ക് സ്നേഹമില്ലായിരുന്നോ? മോനെ, സ്നേഹമില്ലായിട്ടൊന്നല്ല, എന്താണെന്നറിയില്ല. പക്ഷെ സ്നേഹിച്ചിരുന്നു, പുറത്ത്, ഉള്ളിലേക്കില്ല. ഉള്ളിലേക്ക് മറ്റൊരുത്തനോടായിരുന്നു സ്നേഹമെന്ന് തോന്നുന്നു. അതെ, അവനും എൻ്റെ ഷോപ്പിലെ മുതലാളിയാണ്, ഞാനും മുതലാളിയാണ്. പക്ഷെ 2 പേർക്കും ഒരുപോലെ ഇങ്ങനെ സ്നേഹം കൊടുക്കുന്നുണ്ട് എന്ന കാര്യം ഞാൻ അറിഞ്ഞില്ല. ഞാൻ കരുതി എന്നോട് മാത്രമാണെന്ന്. അവളെ നിക്കാഹ് കഴിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകണം, ഉമ്മാക്ക് അവളെ ഇഷ്ടപ്പെടും എന്നൊക്കെ ഞാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ആ കാഴ്ച കണ്ടതോടുകൂടി എൻ്റെ എല്ലാ നിയന്ത്രണവും നഷ്ടപ്പെട്ടു. എനിക്കകെ തല കറങ്ങുന്നത് പോലെ എൻ്റെ ജീവിതത്തിൻ്റെ പരാജയങ്ങൾ തുടങ്ങിയെന്ന് ഞാൻ വിചാരിച്ചു. ഒരിക്കലും കരുതിയില്ല അവളെന്നെ ചതിക്കുമെന്ന്. സത്യമായിട്ടും ഇക്ക, അതൊന്നും സാരമില്ല. അങ്ങനെയൊക്കെ പല പെണ്ണുങ്ങളുണ്ടാകും. അതിലൊന്നും നമ്മൾ ഒരിക്കലും വീഴാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറഞ്ഞ 4 കാര്യങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് യാതൊരു രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാവില്ല. അതിൽ ഒന്നാമത്തെ കാര്യം, ദീനുള്ള പെണ്ണ്. ഇക്ക, നമ്മൾ എപ്പോൾ വേണമെങ്കിലും നോക്കുമ്പോൾ ദീനുള്ള പെണ്ണിനെ നോക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ സൗന്ദര്യം, സമ്പത്ത്, തറവാട്, ഈ 4 കാര്യങ്ങളും നോക്കാം. പക്ഷേ അതിലേറ്റവും വില കൽപ്പിക്കേണ്ടത് ദീനുള്ള പെണ്ണിനെയാണ്. അതിപ്പോൾ സൗന്ദര്യം ഇത്തിരി കുറഞ്ഞാലും തറവാട് കുറഞ്ഞാലും സാമ്പത്തികമില്ലെങ്കിലും ദീനുള്ള പെണ്ണായാൽ എല്ലാം തികഞ്ഞവളായി. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ദീനുള്ള പെണ്ണ് ഒരിക്കലും ചതിക്കില്ല. മോനെ, ഷാമോനെ, എനിക്കറിയാം, എല്ലാം എനിക്കറിയാം. ഇക്ക, പിന്നെ ഇങ്ങനെ ഇതൊക്കെ പറ്റുന്നു?
അല്ല, എനിക്ക് ധീരമുള്ള പെണ്ണിനെ ഞാൻ നിക്കാഹ് കഴിച്ചിരുന്നു. അവൾ എൻ്റെ സ്വന്തമായിരുന്നു. അവളെ ഞാൻ ഇഷ്ടപ്പെട്ടിരുന്നു ഒരുപാട്. എൻ്റെ കൈ പിടിച്ചു വന്ന എൻ്റെ സുന്ദരിയായ ദീനിയായ ഒരു പെണ്ണ് അവളായിരുന്നു എൻ്റെ നുസൈബ, എൻ്റെ ആദ്യ ഭാര്യ. എൻ്റെ ആതിരാവിലെ മണിയറയിൽ അവളായിരുന്നു എൻ്റെ ജീവിത സഖി. പക്ഷേ എന്താ ഷമ്മാസിനെ അത് മുഴുവൻ കേൾക്കാൻ കഴിയുന്നില്ലായിരുന്നു. വേണ്ട, ഒന്നും പറയണ്ട. അത് മുഴുവനാക്കാൻ ഷമ്മാസ് ഒരിക്കലും സമ്മതിച്ചില്ല. മോനെ, ഞാൻ പറയുന്നത് കേൾക്കണം. അവൾ ഒരുപാട് ഞാൻ കഷ്ടപ്പെടുത്തി. ഒരു പക്ഷേ അവൾ എൻ്റെ സ്നേഹം ഒരുപാട് കൊതിച്ചിട്ടുണ്ടാവും. പക്ഷേ ഞാനത് അവൾക്ക് നൽകിയില്ല. മറ്റാർക്കൊക്കെയോ വെറുതെ നൽകി. അവൾ കൊതിച്ചു. ഒരു പക്ഷേ എൻ്റെ പെണ്ണ് വിചാരിച്ചിട്ടുണ്ടാവും, എന്നെ ഒന്ന് അണച്ചു പിടിച്ചിരുന്നെങ്കിൽ, ഒന്ന് ചുംബിച്ചിരുന്നെങ്കിൽ, എന്നെ ഒന്ന് ആശ്വസിപ്പിച്ചിരുന്നെങ്കിൽ എന്നൊക്കെ. പക്ഷേ അതൊന്നും ഞാൻ ചെയ്തില്ല. എനിക്കൊരു തരം വാശി, ഒരു തരം ദേഷ്യം. ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ അവൾ ചെയ്യാത്തതിൻ്റെ ദേഷ്യം. ഞാൻ കൊണ്ടുവരുന്ന ചെറിയ രീതിയിലുള്ള ഡ്രസ്സുകൾ അതൊന്നും അവൾക്ക് ഇടാൻ പറഞ്ഞാൽ അവൾ കേൾക്കില്ല. മൊത്തത്തിൽ എനിക്ക് ദേഷ്യം പിടിച്ചു. കൂട്ടുകാരൊക്കെ എന്നെ കളിയാക്കി, എന്താടാ നിൻ്റെ ഒരു ബീവി അങ്ങനെ എനിക്ക് പറഞ്ഞ്. ദേഷ്യം അവളോടായിരുന്നു എനിക്ക് കൂടുതൽ. പിന്നീടത് നല്ല രീതിയിൽ പ്രതിഫലിപ്പിക്കാൻ തുടങ്ങി. ടൂർ പോകുമ്പോൾ പോലും ഞാൻ അവളുടെ അടുക്കൽ നിന്ന് എണീറ്റ് എൻ്റെ ഗേൾ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ പോയിരുന്നു. ഞാൻ കൂത്താടിക്കൊണ്ടിരുന്നു. പാവം, എല്ലാം അവൾ കാണുന്നുണ്ടായിരിക്കാം. അവളുടെ മനസ്സ് വല്ലാതെ വേദനിക്കുന്നുണ്ടായിരിക്കാം. അതൊക്കെ എൻ്റെ ഭാഗത്തുള്ള തെറ്റാണ്. പിന്നീട് ഞാൻ കരുതി അവളെല്ലാം കണ്ടൊന്ന് ഇടങ്ങാറാവട്ടെ, അവൾ നല്ല രീതിയിൽ ബുദ്ധിമുട്ടാവട്ടെ, ഇടങ്ങാറാവട്ടെ. അതൊക്കെ എൻ്റെ മനസ്സിൻ്റെ ഒരു അസുഖം. അങ്ങനെയൊക്കെ ഞാൻ ചെയ്തു. ഇപ്പോൾ അതിനെല്ലാം തിരിച്ചടിയായി എനിക്ക്. വേണ്ടക്ക, കരയേണ്ട. എല്ലാത്തിനും പരിഹാരമുണ്ടാകും. അതെല്ലാം മറക്കാം, പഴയ കാര്യങ്ങളെല്ലാം മറക്കാം. നിങ്ങൾ പുതിയൊരു ജീവിതം തുടങ്ങുകയാണ് വേണ്ടത്. വേണ്ടടാ, എനിക്ക് ഒരിക്കലും ഇനി മറ്റൊരു ജീവിതം വേണ്ട. അതെന്താ? വേറൊരു കല്യാണം കഴിച്ച് ജീവിക്കണം, പഴയതെല്ലാം മറക്കണം. മോനെ, പഴയതെല്ലാം മറക്കാം. പക്ഷെ ഒന്നെനിക്ക് മറക്കാൻ കഴിയുന്നില്ല. എൻ്റെ മനസ്സിനുള്ളിൽ അത് അങ്ങേയറ്റം പതിഞ്ഞിരിക്കുന്നു. അതെടാ എൻ്റെ ലുസൈബയെ, അവളെ എനിക്ക് വേണം. അവളെ കല്യാണം കഴിക്കണം. എനിക്കെന്നെ സ്വന്തമാക്കണം അവളെ. എൻ്റെ മനസ്സിലുള്ള സ്നേഹം മുഴുവൻ അവൾക്ക് പകർന്നു നൽകണം. അവളെ വാരി പുണരണം. അതെല്ലാം കേട്ട് ഷമ്മാസിന് ആകെ ടെൻഷനായിപ്പോയി. ഷമ്മാസിന് പിന്നീടൊന്നും പറയാൻ കഴിഞ്ഞില്ല. എന്താ മോനെ നിൻ്റെ മുഖത്തൊരു വല്ലായ്മ? ഇല്ലിക്ക, ഒന്നുമില്ല. ഒരുപാട് കഷ്ടപ്പെട്ടതല്ലേ, ഇനി അവൾ വരാൻ ചാൻസ് ഇല്ല. ഒരു പക്ഷേ ഇനിയും അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ അവൾക്കറിയാം അവിടെ ചെന്നാൽ ബുദ്ധിമുട്ടായിരിക്കുമെന്ന്. അതുകൊണ്ടിക്ക വേണ്ട. നുസൈബയെ എൻ്റെ മറക്കണം. ഒരിക്കലും അവളെ വിവാഹം ചെയ്യരുത്. അവളെ നോ, അത് വേണ്ടിക്ക. വേറെ എത്രയോ പെണ്ണുങ്ങളുണ്ടാവും ഇക്കക്ക് പറ്റിയത്. നല്ല നല്ല പെൺകുട്ടികളുണ്ടാവും. പക്ഷേ നുസൈബയെ എൻ്റെ കല്യാണം കഴിക്കണ്ട. അത് വേണ്ട. അവൾ സമ്മതിക്കില്ല അതിന്. കാരണം ഒരുപാട് കഷ്ടപ്പെട്ടതല്ലേ. അവൾ പഠിക്കട്ടെ, അവളുടെ അഭിമാനം അവൾ നിലനിർത്തട്ടെ. ഒഴിവാക്കിയ ഭർത്താവിൻ്റെ അടുക്കലേക്ക് വീണ്ടും വന്നു എന്ന് പറയുമ്പോൾ എന്തൊക്കെ തന്നെയാലും അതൊരു 2ാം നമ്പർ തന്നെയാണ്. അവൾ അത്രക്കും കഷ്ടപ്പെടുത്തിയിട്ട് അവൾ ഇനിയും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ അത് മനസ്സിൽ നിന്ന് ഒഴിവാക്കണം. ഇക്കയുടെ അന്യനായ ഷമ്മാസിൻ്റെ അപേക്ഷയാണിത്. ഇത് സ്വീകരിക്കണം. ഷമ്മാസ്, നീ എന്തേ പറയുന്നത്? എനിക്ക് അവൾ അത്രക്കും ഇഷ്ടമാണെന്ന് പറഞ്ഞില്ലേ? എന്ന് മുതലാണ് എൻ്റെ അവളെ ഇപ്പോൾ ഇഷ്ടപ്പെടാൻ തുടങ്ങിയത്? മോനെ, അവളിൽ നിന്ന് ഇതുവരെ കാണാത്ത പലതും ഞാൻ കണ്ടപ്പോൾ, അവൾ റാങ്ക് ജേതാവായപ്പോൾ സത്യം പറഞ്ഞാൽ അവളെക്കുറിച്ച് എനിക്ക് അഭിമാനം തോന്നി. അപ്പോഴേക്കും ഇവരെല്ലാം എന്നെ ചതിച്ചിരുന്നു. എനിക്ക് എന്തുകൊണ്ട് നല്ലത് എൻ്റെ നുസൈബയാണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് വേണ്ട, ആ കുട്ടി ജീവിച്ചോട്ടെ. അവൾ ഇപ്പോൾ MBBS വേണ്ടി ചേരുകയാണ്. ഒരു ഡോക്ടറാകാൻ പഠിക്കുകയാണ്. എൻട്രൻസ് എഴുതി കിട്ടിയതാണ്. അത് ചില്ലറ ബുദ്ധിമുട്ടൊന്നല്ല അതിന് വേണ്ടി വരുന്നത്. നമ്മുടെ ഉമ്മയുടെ ഹെൽപ്പ് കൊണ്ടും അവളുടെ ഹാർഡ് വർക്ക് കൊണ്ടും എല്ലാം പഠിച്ച റബ്ബ് അവളെ വിജയിപ്പിച്ചു. ഇനി ഒരിക്കലും ശല്യപ്പെടുത്തണ്ട അവളെ. അവൾ പഠിക്കട്ടെ. അവൾ പഠിച്ച്
MBBS ആയിട്ട് ഡോക്ടർ നുസേബിയായിട്ട് അവൾ പുറത്തിറങ്ങട്ടെ. അല്ലാതൊരിക്കലും ഇനി അവളെ ശല്യപ്പെടുത്തുന്നത് ശരിയല്ല. മോനെ, അതുവരെ ഞാൻ കാത്തിരിക്കും. അവൾക്ക് വേണ്ടി 5 വർഷം അവളെ ഞാൻ കാത്തിരിക്കും. എന്താ ഇക്ക നിങ്ങളീ പറയുന്നത്? നിങ്ങൾ പറയുന്നത് എന്താണ്? 5 വർഷം അവളെ കാത്തിരിക്കേ? എന്തിന്? ഇക്കാക്ക് അതിനു മുമ്പ് വേറെ കല്യാണം കഴിച്ചൂടെ? മോനെ, കഴിയില്ലടാ, എനിക്ക് കഴിയില്ല. ഒരിക്കലും ഷമ്മാസ് നുസീബയെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഫൈസൽ അറിയുന്നേയില്ല. അതുകൊണ്ട് തന്നെ അവൻ്റെ മനസ്സിലുള്ള ഇഷ്ടങ്ങളെല്ലാം ഷമ്മാസിനോട് തുറന്നു പറയുകയാണ്. ഈ കാര്യം ഷമ്മാസിനെ ഉമ്മയോട് എങ്ങനെയെങ്കിലും പറയണമെന്ന് തോന്നി. അവർ ആ ഗാർഡനിൽ കൂടുതൽ സംസാരിച്ചു കൊണ്ടിരുന്നു. പക്ഷേ ഫൈസലിൻ്റെ പിന്നീടുള്ള ആ വാക്കുകൾക്ക് തീരെ താല്പര്യം തോന്നുന്നില്ലായിരുന്നു ഷമ്മാസിന്. അതെ, ഇക്ക നുസീബയെ കുറിച്ച് മാത്രമാണ് പറയുന്നത് എന്ന് ഷമ്മാസ് മനസ്സിലാക്കുന്നു. വേണ്ട, ഇക്കയോട് ഇനി കൂടുതൽ പറഞ്ഞാൽ അതൊരു പക്ഷേ. ഹേയ്, ഷമ്മാസ് ഗാർഡൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഫൈസൽ അവളെക്കുറിച്ച് തന്നെ പറയുന്നു. ഒടുവിൽ ഷമ്മാസ് പറഞ്ഞു, ഇക്ക, നിങ്ങളിനി അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് ഒരു കാര്യമില്ല. കാരണം നമ്മൾ ശ്രദ്ധിക്കേണ്ട സമയത്ത് ശ്രദ്ധിക്കണമായിരുന്നു. അല്ലാതെ ഇനിയിപ്പോൾ കുറേ കരഞ്ഞിട്ടോ പറഞ്ഞിട്ടും കാര്യമില്ല. ആ കുട്ടിയുടെ ഭാവി ജീവിതം വേണ്ടേ നമ്മൾ നോക്കുക. അവളിപ്പോൾ ഒരു പക്ഷേ ഇങ്ങോട്ട് വന്നാൽ ഒരു പക്ഷേ ഇക്കയുടെ സ്വഭാവം ഇനിയും മാറില്ല എന്ന് ഉറപ്പിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് എൻ്റെ പൊന്നാരിക്ക, ആ ഒരു വിഷയം വിടണം. ഇല്ല ഷമ്മാസേ, കഴിയില്ല, എനിക്ക് കഴിയില്ല. എൻ്റെ ഊണിനും ഉറക്കിലും എല്ലാം അവൾ മാത്രമാണ്, അവളുടെ മുഖം മാത്രമാണ് ഞാൻ കാണുന്നത്. എനിക്ക് വേണ്ടി ത്യാഗം സഹിച്ച പെണ്ണാണ് ഞാൻ. നിക്കാഹ് കഴിച്ച പെണ്ണാണ് അവൾ. ഡൈവേഴ്സ് ആക്കിയെങ്കിലും അവളെൻ്റെ ഭാര്യയായിരുന്നു. ഷമ്മാസേ, നിനക്കറിയോ, എൻ്റെ സ്വർഗത്തിലെ ഭാര്യ അവളായിരിക്കും, എൻ്റെ നുസൈബ. അതെ, അവൾ മാത്രമായിരിക്കും. ആദ്യത്തെ കല്യാണം കഴിഞ്ഞവരാണല്ലോ സ്വർഗത്തിൽ ഭാര്യയും ഭർത്താവും എന്ന് കേട്ടിട്ടുണ്ട്. അവൾ തന്നെ ആയിരിക്കും. എനിക്ക് കുറച്ചുകൂടി അവളുടെ കൂടെ ജീവിക്കാൻ താല്പര്യമുണ്ടടാ. എൻ്റെ മോൻ ഉമ്മയോടൊന്ന് പറയോ ഈ കാര്യം? ഉമ്മയോടൊന്ന് പറഞ്ഞ് സെറ്റാക്കി തരണം ഇക്കാക്ക്. പെട്ടെന്ന് ഞാൻ അവളെ പൊന്നു പോലെ നോക്കിക്കളാം. ഇനി ഒരിക്കലും ഒരു തെറ്റും ഞാൻ ചെയ്യില്ല അവളോട്. അവളെ ഞാൻ വേണ്ട രീതിയിൽ അവളെ ഞാൻ നോക്കും. ഒരു കുഴപ്പമില്ലാതെ ഒന്ന് വാക്കുകൊണ്ട് പോലും അവളെ ഞാൻ വേദനിപ്പിക്കില്ല. ഫൈസൽ കരഞ്ഞുകൊണ്ട് ഷമ്മാസിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ആ ഒരു ദയനീയമായ മുഖം ഷമ്മാസിനെ കണ്ടപ്പോൾ സങ്കടമായിപ്പോയി. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ഹിക്ക, ഹേയ്, കരയല്ലേ, എന്നത് കൊച്ചു കുട്ടികളെ പോലെ. മോനെ, നീ പറയടാ ഉമ്മയോട്. ഞാൻ പറഞ്ഞൊരു പക്ഷേ എനിക്ക് ചീത്ത കേൾക്കും, അതുകൊണ്ടാണ്. മോനെ, നീ പറ, എനിക്ക് എൻ്റെ പഴയ പെണ്ണിനെ തന്നെ തിരിച്ചു വേണമെന്ന് നീ പറ. ഷമ്മാസ് എന്ത് ചെയ്യണം എന്നറിയാതെ ഒരു നിമിഷം ആലോചിച്ചു പോയി. ഉമ്മയോട് ഇത് പറഞ്ഞാൽ, ഹേയ്, ഞാൻ സ്നേഹിച്ച പെണ്ണ്, എനിക്കുള്ള പെണ്ണ്, അതൊക്കെ വീണ്ടും ആവശ്യപ്പെടുന്നു. ഹേയ്, അതെങ്ങനെ നടക്കും? ഷമ്മാസ് അമർത്തി ഒന്ന് മൂളി. ഇക്ക, നോക്കട്ടെ. അത് ഒരു നിമിഷം ഷമ്മാസ് വിചാരിച്ചു, എൻ്റെ ഇഷ്ടം ഇക്കയോടങ്ങ് തുറന്ന് പറഞ്ഞാലോ? അത് വേണ്ട, പറഞ്ഞാൽ ഒരു പക്ഷേ ഇക്ക വയലൻ്റ് ആകും. അതും കൂടി കാണേണ്ടി വരും. തൽക്കാലം അതൊന്നും പറയണ്ട, അതൊക്കെ പിന്നീടാവാം. എന്തായാലും ഉമ്മയോട് കാര്യം പറയാം. അല്ലാതെ ഇക്ക. ഷമ്മാസ് വിചാരിക്കുന്നു, ഇനി ഉമ്മയുടെ തീരുമാനം എന്താണ് അത് നടക്കട്ടെ. നുസൈബ ഷമ്മാസിനെ കല്യാണം കഴിക്കണോ അതോ ഫൈസലിനെ കല്യാണം കഴിക്കണോ എന്നുള്ള കാര്യം ഉമ്മ തീരുമാനിക്കട്ടെ. എല്ലാം ഞാൻ ഉമ്മക്ക് വേണ്ടി വിട്ടുകൊടുക്കുന്നു. അത് പറയാൻ വേണ്ടി ഷമ്മാസദ ഉമ്മയുടെ അടുക്കലേക്ക് പോകുന്നു. ഉമ്മ നല്ല തിരക്കിലാണ്, എന്തായാലും ഒന്ന് ഫ്രീ ആകട്ടെ എന്ന് പറഞ്ഞു. ഫൈസലത ഷമ്മാസിനോട് ആംഗ്യം കാട്ടുന്നു. എൻ്റെ പൊന്നു മോനെ, പറയടാ ഉമ്മയോട്, എനിക്ക് അവളെ വേണമെന്ന് പറയടാ പ്ലീസ്. വളരെയധികം ദയയോടെ ഷമ്മാസിനോട് ആ കാര്യം പറഞ്ഞപ്പോൾ ഷമ്മാസിൻ്റെ ഹൃദയം വല്ലാതെ വേദനിക്കുന്നുണ്ടായിരുന്നു. താൻ ഇതുവരെ കാത്തു സൂക്ഷിച്ച എൻ്റെ പ്രിയപ്പെട്ട ഹിജാബി, അതെ, അവളെ എൻ്റെ ഇക്ക വീണ്ടും ആവശ്യപ്പെടുകയാണ്. റബ്ബേ, എനിക്കിത് സഹിക്കാൻ കഴിയുന്നില്ലല്ലോ. പക്ഷേ ഇക്കയുടെ മുമ്പിൽ ഞാൻ എന്ത് പറയാനാണ്? അറിഞ്ഞില്ല ഇക്കയുടെ ഭാര്യയായിരുന്നെന്ന്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ വല്ലാതെ അങ്ങ് സ്നേഹിച്ചു പോയി. പിരിയാൻ വയ്യ. എനിക്ക് അവളെ മറക്കാൻ കഴിയില്ല. എൻ്റെ ജീവിതത്തിലെ പ്രാണേശ്വരിയായി ഞാൻ അവളെ അങ്ങ് വിചാരിച്ചു കഴിഞ്ഞു. അത് എൻ്റെ ഇക്കാക്ക് വിട്ടുകൊടുക്കാമെന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല അവൾ പൊറുക്കുമോ എന്നോട്. ഷമ്മാസ് സങ്കടത്തോടെ അതാ ഉമ്മയുടെ അടുക്കലേക്ക് പോകുന്നു. ഉമ്മ. എന്താ മോനെ? ഉമ്മ എപ്പോഴും ഫ്രീ ആവുക? മോനെ, ഫ്രീയോ?
അതിനിപ്പോൾ ജമീൽ താത്ത വന്നിട്ട് പണിയൊക്കെ കഴിഞ്ഞ് അപ്പോഴൊന്ന് ഫ്രീ ആവും. എന്തു പറ്റി? അല്ല, ഒരു കാര്യം. എന്ത് കാര്യം? ഇപ്പോൾ പറയാൻ പറ്റില്ല? പറയടാ. അല്ലുമ്മ, ഇപ്പോൾ പറയുന്നില്ല. എൻ്റെ കുട്ടി പറയേ. അങ്ങനെ അതാ ഉമ്മ ഷമ്മാസിനെ നിർബന്ധിക്കുന്നു. ഷമ്മാസ് ആ കാര്യം പറയുവാൻ വേണ്ടി ഒരുങ്ങുന്നു. ഇൻഷാ അല്ലാ ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉമ്മയുടെ അഭിപ്രായം എന്തായിരിക്കുമെന്ന് നമുക്ക് കാത്തിരിക്കാം. എൻ്റെ പ്രിയപ്പെട്ട നുസൈബയുടെ എല്ലാ കൂട്ടുകാർക്കും മുത്ത് ഹബീബിൻ്റെ ജന്മദിനാശംസകൾ. ഹാപ്പി മീലാദുൻ നബി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.